ഞാനിന്ന് ഒരു മീൻകറിയാണ് ഉണ്ടാക്കണം, പാലക്കാടൻ മീൻകറി. അതിനിപ്പോൾ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കടുക് ഇട്ട 1 സ്പൂണ് കടുക്, ഇനി അത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളകും കൂടെ വേണം. പച്ചമുളക് ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഒന്നതായി വരുമ്പോൾ ഇത് കുഞ്ഞുള്ളിയാണ്, ചെറിയ ഉള്ളി ഇത്തിരി കൂടുതലിടാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഉള്ളിക്ക് തക്കാളി ഇടുന്നുണ്ട്. ഇത് പാലക്കാടൻ മീനാണ്, മീൻ വെപ്പാണ്. ഇത് വന്നിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെത്തോലിയാണ്. നെത്തിലെന്ന് പറയും. നമ്മൾ പാലക്കാട് മീൻപുളി എന്ന് പറഞ്ഞാൽ കുടപ്പുളി ഇടില്ല, കുടപ്പുളി ഇടാത്ത മീൻ കറിയാണ്. മുളക് പൊടി ഇട്ടാണ്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ഇതൊരു ചെറിയ സ്പൂണാണ്, ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം, ചാറ് വേണം. അപ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് വേണം, കട്ടി വേണം. അതിന് വേണ്ടി മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരണം, പിന്നെ അല്ലെങ്കിൽ ഒരു പച്ചമണം വരും. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ പുളി ഒഴിക്കണം. നമ്മൾ എന്ത് പുളിയാണ് ഒഴിക്കണം എന്നറിയോ? വാളംപുളി. ഈ വാളംപുളി ഒഴിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പാലക്കാട് മീൻ പുളി വയ്ക്കുന്നത് വാളംപുളി ഇട്ടിട്ടാണ്, അല്ലാതെ ഈ കുടപ്പുളി ഇട്ടിട്ട് വെക്കാറില്ല. ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ, കുടപ്പുളി ഇട്ടിട്ടൊക്കെ ഞങ്ങൾ കറി വയ്ക്കും. പക്ഷെ ഇത് പാലക്കാടൻ വെപ്പാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു ദിവസം വെച്ച് നോക്കണേ. പുളി ഒഴിക്കാൻ പോവാണ് നമ്മൾ. പുളി ഒഴിക്കാൻ പോണു. ഇത് ഇടിച്ച് വെച്ച പുളി, അതാണ് കേട്ടോ ഈ കറുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചാറ് വെള്ളം വേണം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ചാറ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പിടണേ, കല്ലുപ്പിട്ട ഇടണേ. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ മീൻ പെറുക്കിടും. കുഞ്ഞു മീനില്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം വേവില്ല. നല്ല മണമുണ്ട്. നല്ല മണമുണ്ടാ? കൂട്ടി ചോറണം കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ മീനിടുക. ഇത് കുറച്ച് മീനുള്ളൂ കേട്ടോ, കുറച്ച് മീൻ ഇട്ടിട്ട് കറി വെക്കണുള്ളൂ. ഇത് കുറച്ച് മീനിട്ടിട്ട് കറി വയ്ക്കാനാണ്. അതുകൊണ്ട് ഇത് നെത്തോലിയാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കാം. ചാള, മത്തി എല്ലാം വെക്കാം. ഞാനിക്ക് ഈ ചാള എന്നൊക്കെ വരുന്നതേ ഞങ്ങൾ തൃശ്ശൂരൊക്കെ ആയിരുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ നാട് പാലക്കാട് തന്നെയാണ്. അല്ലെങ്കിൽ ഭാഷയ്ക്ക് വ്യത്യാസം അതാണ്. പിന്നെ ഞങ്ങൾ പാലക്കാടൻ ഭാഷ പറഞ്ഞാൽ പാലക്കാടിൻ്റെ അടുത്തല്ല, ഞങ്ങൾ നടു സെൻറ്ററിലാണ്, മണ്ണാർക്കാട് പാലക്കാടിൻ്റെയൊക്കെ ആയിട്ട്.